ഗംഗേ, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയാലോ? എനിക്ക് സുഖമില്ല, ഡോക്ടറെ കാണാനാണെന്ന് പറഞ്ഞാ പോരെ? വിവരങ്ങൾ നേരിട്ട് അറിയുകയും ചെയ്യാം. കൃത്യമായി ഈ സമയത്ത് നമ്മൾ എവിടെ എത്തിയാ അത് മണത്തറിയാനുള്ള ബുദ്ധിയൊക്കെ പത്മയ്ക്കുണ്ട്. ഹോസ്പിറ്റൽ ആളിലൊക്കെ ഉണ്ട്, അവര് വിളിക്കും. ഹലോ, സത്യാണോ? എന്തായി, ചത്തോ? ഇല്ല, വിഷം അകത്ത് വ്യാപിക്കുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. മോശം. പെട്ടെന്ന് തന്നെ അയാൾ വൊമിറ്റ് ചെയ്താ പ്രശ്നമായത്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വൈകുമായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ? 4-5 കിലോ ആപ്പിൾ വെറുതെ ആയി, നാണക്കേട് വേറെ. ഇതുകൊണ്ടൊന്നും ഞാൻ അവസാനിപ്പിക്കില്ല. അവസാനിപ്പിക്കരുത്. പറ്റുമെങ്കിൽ അവർക്കൊരു ഫ്രൂട്ട്സ് കട തന്നെ തുടങ്ങി കൊടുക്കണം. നന്ദിനി, നന്ദിനി. എന്താ സർ? എടോ, താൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഒന്നുമില്ല സർ. എടോ, മൂഡ് ഓഫ് ആണെങ്കിൽ നമുക്ക് എങ്ങോട്ട് വലിയ യാത്ര പോവാം, അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കാം. എന്താ? ഞാനൊന്നിനുമില്ല സർ, എനിക്ക് വയ്യ. ഉദയ് സാറിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ്. അതെ, ഉദയൻ സാറിന്റെ കാര്യം ആലോചിക്കാൻ ചുറ്റും വേണ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. അതെ, താനേ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട. എന്തെങ്കിലും സംഭവിച്ചാ എല്ലാരും കൂടി എന്നെയല്ലേ കുറ്റം പറയാ? കേട്ടില്ലേ ഞാൻ കരുതിക്കൂട്ടി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത്? ആണോ? അത് ചുമ്മാ പറഞ്ഞല്ലോ, സത്യമല്ലേ? എന്താ? അങ്കിളിനെ കൊല്ലാൻ താൻ ശ്രമിച്ചു എന്ന് പറയുന്നത് സത്യമല്ലേ എന്ന്? സാറിങ്ങനെ കണ്ണിച്ചോരല്ലത് സംസാരിക്കരുത്. അവരെന്നെ കുറ്റപ്പെടുത്തിയ എനിക്ക് മനസ്സിലാവും. സാറിന് എന്നെ സംശയമുണ്ടോ? എനിക്ക് സംശയമൊന്നുമില്ല, പക്ഷേ സംഗതി സത്യമല്ലേ? ഞാനെന്തിനാ അങ്ങേരെ കൊല്ലുന്നേ? അസൂയ ഈ വീട്ടിലെ എല്ലാവരോടും ഉണ്ട്. അവരമ്മയുടെ ബന്ധുക്കളായതുകൊണ്ട് അവരോടും. ഓ, അത് ശരി. അപ്പൊ സാറും എന്നെ അങ്ങനെയാണല്ലേ മനസ്സിലാക്കിയിരിക്കുന്നത്? അസൂയുള്ളവരെയൊക്കെ കൊല്ലാനാണെങ്കിൽ ഞാൻ ഇവിടെയുള്ള ആരെയും കൊന്നില്ലല്ലോ. അതിന് സൗകര്യം കിട്ടി കാണില്ല. സാർ കാര്യമായിട്ടാണോ ഈ പറയുന്നത്? കാര്യമായിട്ട് തന്നെയാ. ഞാൻ ഈ വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ചത്തു കളയും കേട്ടോ. ആ, ചത്തോ? അതിനിപ്പോ എന്ത് വേണം? ഞാൻ അങ്ങനെ ചെയ്യുന്ന സാറിന് തോന്നുന്നുണ്ടോ? ഉണ്ടോന്ന്? അങ്ങനെ ചെയ്തിട്ടില്ല എന്നാ തനിക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്റെ താന്നിയൊരമ്മയാണ് സത്യം. ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. എന്നിട്ട് എന്തിയാ ഹരിത തന്നോട് ചോദിച്ചപ്പോ അവളുടെ മുഖത്ത് നോക്കി അടിക്കാത്തത്? എടോ, കാണിച്ചു കൊടുക്കണ്ടോ തന്റെ ചങ്കൂറ്റം? എടോ, നിസ്സാര കാര്യമാണ് അവള് തന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞത്. താനൊരു കൊലപാതകം ചെയ്യാൻ ശ്രമിച്ചു എന്നല്ലേ? അവിടെ പിന്നെ എന്ത് നോക്കാനുള്ളത്? ബന്ധോ? അമേരിക്കക്കാരുടെ വലിപ്പോ? ഇപ്പൊ എന്റെ മുമ്പിൽ നിന്നിങ്ങനെ വിതിമ്പിക്കരയുന്നതിന് പകരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുത്തെ ഞാൻ തല്ലി സാർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൈയടിച്ചാനെ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാത്തോണ്ടാണോ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നെ അല്ലാതെ. എടോ, തല കുടിച്ച് നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എടോ, അതിവിടെ ആവശ്യത്തിന് അമ്മയുടെ മുമ്പിൽ ചെയ്യുന്നുണ്ടല്ലോ. എടോ, അവൾക്ക് ഒരു പരിഗണനയും കൊടുക്കരുത്. അവൾ ആരാ? സാറിന് അങ്ങനെയൊക്കെ പറയാം. എന്റെ മുന്നിൽ അവര് വലിയ ആളുകളാ. ആ, അതിനെങ്ങനെയാ? താനിങ്ങനെ പേടിച്ച് നിലം പറ്റി കിടക്കല്ലേ? കണ്ണു തുറന്ന് നോക്കില്ലല്ലോ, കൈ ചൂണ്ടി സംസാരിക്കില്ലല്ലോ. എടോ, ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് അറിയൂ? വേണ്ട നേരത്ത് വേണ്ട രീതിയിൽ ഒന്ന് പ്രതികരിച്ച് കാണാൻ വേണ്ടിയാ.
എടോ ആശുപത്രി കിടന്ന അയാൾ തട്ടിപ്പോയാൽ തന്നെ ആരും ഒന്നും ചെയ്യില്ല. അങ്ങനെ തന്നെ കുറ്റപ്പെടുത്താനും തനിക്ക് നേരെ വിരൽ ചൂണ്ടാനും ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ പറയട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. എന്തിനാ ചിരിക്കുന്നേ? സാറിന്റെ ചോദ്യമൊക്കെ കേട്ടപ്പോ ഞാൻ ശരിക്കും പേടിച്ചു. എന്നിട്ട് അല്ല, സാറിന് എന്നോട് ദേഷ്യമാണെങ്കിൽ എന്നെ ഇവിടുന്ന് ഇറക്കി വിടില്ലേ? ഓഹോ, അപ്പൊ ആ വഴിക്ക് ഇറങ്ങിയ വീട്ടിലേക്ക് അങ്ങ് പോവാല്ലോ. ആഹാ, തന്നെ ഞാൻ വിട്ടത് തന്നെ. എനിക്ക് തന്നെ വലിയ ഇഷ്ടമാണ്. അവരുടെ മുഖത്ത് നോക്കി ഒരു 4 എണ്ണം പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് ഇഷ്ടമായെന്നെ. വേണമെങ്കിൽ ചെയ്തോ. ഇഷ്ടമാണെന്ന് പറയുന്ന കേൾക്കാൻ രസം. ഇഷ്ടം കൂടുതലാണെന്ന് പറഞ്ഞാ ഞാൻ ചിലപ്പോ എന്തെങ്കിലും ചെയ്തു പോകും കേട്ടോ. ആ, എന്നാലേ സമയം കളയണ്ട, ഇരുന്ന് കരയേ. പ്ലീസ് വരൂ, ഇരിക്കൂ. താങ്ക്സ് ഡോക്ടർ. ഡോക്ടർ, ഏട്ടന്റെ കണ്ടീഷൻ ഇപ്പോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ വൊമിറ്റ് ചെയ്തതിൻ്റെയും ഞങ്ങൾ ചെയ്ത ട്രീറ്റ്മെൻറ്റേയും ഒരു ചെറിയ ക്ഷീണവും മറ്റും ഉണ്ടാവും. എനിവേ, ഇന്ന് രാത്രി ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ് നല്ലത്. ഡോക്ടർ വേറെ റിസ്ക് ഒന്നും എടുക്കണ്ട. പൂർണ്ണമായിട്ടും ഭേദമായെന്ന് ഡോക്ടർക്ക് തോന്നിയിട്ട് മാത്രം വിട്ടാൽ മതി. ഓക്കെ, നാളെ രാവിലെ നിങ്ങൾക്ക് പോവാം. അത്രയും സമയം ഒബ്സർവ് ചെയ്യാൻ പറ്റുമല്ലോ. വേറെ തുടർ ചികിത്സ എന്തെങ്കിലും? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ആ ലാബ് റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. അതിലെന്തെങ്കിലും നടപടി ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. താങ്ക് യു ഡോക്ടർ. ലാബ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സാറിൻ്റെ അടുത്ത് വരാം. ആയിക്കോട്ടെ. പിന്നെ ഇവിടെ നിന്ന് പോയിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ മരുന്നുകളൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്നറിയാം. പക്ഷെ ഒരു സെൽഫ് ട്രീറ്റ്മെന്റിന് നിൽക്കരുത്. നേരെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. അങ്ങനെ ചെയ്യാം ഡോക്ടർ. ഓക്കെ, എങ്കിൽ പിന്നെ ആയിക്കോട്ടെ. രാത്രി നമുക്ക് വീണ്ടും സംസാരിക്കാം. ഓ, താങ്ക് യു. ഓക്കെ, ശരി.